Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കേരള കർഷക സംഘം നടപ്പിലാക്കുന്ന തരിശുരഹിത പയ്യന്നൂർ മണ്ഡലം പരിപാടിയുടെ ഉദ്ഘാടനം കാനായി വയലിൽ നടന്നു. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് വയലിൽ ഞാറ് നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കുന്ന റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ക്രിസ്തുമസ് പുതുവർഷാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മനഃശാസ്ത്ര വിഭാഗവും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 150 വർഷം പഴക്കമുള്ള കസേരയും മെതിയടിയും ഒറ്റപ്പലകയിൽ തീർത്ത ഗ്രന്ഥപ്പലകയും താവത്തെ KV ഭാസ്കരന്റെ പുരാവസ്തു ശേഖരം ഏവരെയും വിസ്മയിപ്പിക്കുന്നതാണ്. 2.5 പതിറ്റാണ്ടുകൾക്കു ശേഷം പെരുങ്കളിയാട്ടത്തിന് ഒരുക്കങ്ങൾ നടന്നുവരുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കന്നിക്കലവറയ്ക്ക് കുറ്റിയടിച്ചു. ക്ഷേത്രം കോയ്മയുടെയും കഴകം സ്ഥാനികരുടെയും കീഴ്ഘടക ക്ഷേത്ര സ്ഥാനികരുടെയും ഭക്തരുടെയും സാന്നിധ്യത്തിലാണ് കുറ്റിയടിക്കൽ കർമ്മം നടന്നത്. ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷന് സർക്കാർ വിട്ടുകൊടുത്ത ചെങ്കൽ പാറകളിൽ ചെങ്കൽ ഖനനത്തിന് നടപടിയായി. 5 ഏക്കറിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഖനനം നടക്കുക. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തീരുമാനം പ്രകൃതിയുടെ നാശത്തിന് വഴിയൊരുക്കാൻ സാധ്യത. വിശദമായ വാർത്തകളിലേക്ക്. കേരള കർഷക സംഘം നടപ്പിലാക്കുന്ന തരിശുരഹിത പയ്യന്നൂർ മണ്ഡലം പരിപാടിയുടെ ഉദ്ഘാടനം കാനായി വയലിൽ നടന്നു. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് വയലിൽ ഞാറ് നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വയലിൽ ഞാറ് നട്ടുകൊണ്ടാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. സവിശേഷ ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞ മലയാളി ഭക്ഷണം കൊണ്ട് മാരകമായ രോഗത്തിലേക്ക് പോവുകയാണ്. ഇത് തടയിടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? അതിനകത്ത് എന്ത് ഇടപെടലാണ് നമ്മൾ നടത്താൻ പോകുന്നത്? മറ്റൊരു കണക്കൂടെ ഞാൻ പറയട്ടെ. എല്ലാം കണക്ക് പറയാൻ വന്നല്ല. എൻ്റെ സംസാരത്തിൻ്റെ ഇന്നത്തെ മൊത്തം പ്രചോദനം പ്രകാശ് മാസ്റ്റർ പറഞ്ഞ വരികളിൽ നിന്നാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കും. ഒരാൾ പറഞ്ഞതിൻ്റെ പുറകെ അടുത്ത ആൾ കയറി പിടിച്ച് തൂങ്ങിപ്പോയിരിക്കും. അത് നമ്മുടെ ഈ ശീലത്തിൻ്റെ ഭാഗം കൂടെ എന്ന് വെച്ചാൽ ഒരു കണക്കുണ്ട്. അത് ICMR പറയുന്നതാണ്. നമ്മൾ ഒരു ദിവസം എത്ര പച്ചക്കറി കഴിക്കണം? 200 ഗ്രാം പച്ചക്കറി കഴിക്കണം, 100 ഗ്രാം പഴം കഴിക്കണം, 50 ഗ്രാം ഇലവർഗ്ഗങ്ങൾ കഴിക്കണം, 50 ഗ്രാം കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കണം. നമ്മുടെ നാട്ടിൽ എന്താ? ഇന്ത്യക്കാകെ മാതൃകയായിരിക്കുന്നവരാണ് ഞങ്ങൾ. മലയാളിയേക്കാൾ ശുദ്ധിയുള്ളവർ, വൃത്തിയുള്ളവർ ലോകത്ത് പറയാനുണ്ടാവില്ല. നമ്മളെ കഴിഞ്ഞ് വേറെ ഒരു മനുഷ്യനില്ലെന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ ഇന്ത്യൻ ശരാശരിയേക്കാൾ താഴെയാണ്
ഈ കണക്കിൽ കേരളം നിൽക്കുന്നത്. പയ്യന്നൂർ MLA TA മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പാനോളി പദ്ധതി വിശദീകരണവും അഗ്രി ആർമിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. കർഷക സംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് P ഗോവിന്ദൻ, മുൻ MLA C കൃഷ്ണൻ, V നാരായണൻ, P സന്തോഷ്, P ശശിധരൻ, P കുഞ്ഞികൃഷ്ണൻ, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കുന്ന റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ക്രിസ്തുമസ് പുതുവർഷാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മനഃശാസ്ത്ര വിഭാഗവും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാടുകയോ പാട്ടിനൊത്ത് നൃത്തച്ചുവടുകൾ വയ്ക്കുകയോ കൈകൊട്ടി ഒപ്പം ചേരുകയോ ചെയ്യാത്ത ആരും ഉണ്ടായിരുന്നില്ല. പാട്ടും നൃത്തവും മാത്രമായിരുന്നില്ല, ആവേശപൂർവ്വം ഗെയിം ഇനങ്ങളിലും കുട്ടികൾ പങ്കാളികളായി. പരിപാടിക്ക് കൊഴുപ്പേകാൻ ക്രിസ്തുമസ് അപ്പൂപ്പനും കേക്കും ഗിഫ്റ്റുമെല്ലാം എത്തിയപ്പോൾ എല്ലാ മുഖങ്ങളിലും ചിരി വിരിഞ്ഞു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കുന്ന റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി ക്ലിനിക്കിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് പുതുവർഷാഘോഷ പരിപാടിയാണ് വേദി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മനഃശാസ്ത്ര വിഭാഗവും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കമ്മ്യൂണിറ്റി ക്ലിനിക്കിന്റെ പ്രവർത്തനം ഏറെ സഹായകമാണെന്ന് രക്ഷിതാക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ പേര് പ്രജിത്ത്. എൻ്റെ മോൻ ഒരു ഭിന്നശേഷി കുട്ടിയാണ്. ഞാൻ 2017 ലാസ്റ്റ് മുതൽ 2018 മുതലാണ് പരിയാരം CDMR ക്ലിനിക്കിൽ പോകുന്നത്. ഈ CDMR ക്ലിനിക്ക് ഇപ്പം നമ്മുടെ കണ്ണൂരിലുള്ളത്, ഒന്ന് പയ്യന്നൂർ, അതുപോലെ പരിയാരം പോയി CDMR, അതുപോലെ ധർമ്മശാല. ഇത് 3 ദിവസം നമുക്ക് നല്ലൊരു മാറ്റം തന്നെയാണ്. ശരിക്കും ഈ തെറാപ്പിസ്റ്റുകളും നമ്മളെ മക്കൾക്ക് തരുന്ന തെറാപ്പി കൊണ്ട് നല്ലൊരു മാറ്റമാണ് നമ്മുടെ ഇത് കിട്ടുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗവേഷണങ്ങളിലൂടെ ചിട്ടപ്പെടുത്തിയ ചികിത്സാ രീതികളും വിദഗ്ധരായ മാനസികാരോഗ്യ പുനരധിവാസ പ്രവർത്തകരുടെ മേൽനോട്ടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണവും സാമൂഹ്യനീതി വകുപ്പിന്റെ സാമ്പത്തിക സഹായവും ഏകോപിപ്പിച്ച് രൂപകൽപ്പന ചെയ്ത പദ്ധതിയാണ് CDMRP. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റും സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റും കമ്പൈൻഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. മെയിനായിട്ട് ഭിന്നശേഷിയുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് തെറാപ്പി കൊടുക്കുന്ന സെന്ററാണ്. കണ്ണൂർ, പിന്നെ കോഴിക്കോട്, മലപ്പുറം ജില്ലയിലായിട്ടാണ് ഉള്ളത്. കണ്ണൂർ ജില്ലയിൽ 6 ക്ലിനിക്കോളം. 6 ക്ലിനിക്ക് വരുന്നത് ഇപ്പോൾ മട്ടന്നൂരുണ്ട്, തലശ്ശേരി, അരഞ്ഞോളിയുണ്ട്, പിന്നെ അഴീക്കോടാണുള്ളത്. പിന്നെ നമ്മുടെ ക്ലിനിക്ക് വരുന്നത് പറശ്ശിനി ഹെൽത്ത് സെന്ററിലുണ്ട്, പയ്യന്നൂർ താലൂക്ക് ഹോസ്പിറ്റലിലുണ്ട്, പരിയാരം സാംസ്കാരിക നിലയത്തിലുണ്ട്. അമൃത യു, സഹീറ PC, നീതി നരേന്ദ്രൻ, സൂര്യ K, താലൂക്ക് ആശുപത്രി PRO ജാക്സൺ ഏഴിമല തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. 150 വർഷം പഴക്കമുള്ള കസേരയും മെതിയടിയും ഒറ്റപ്പലകയിൽ തീർത്ത ഗ്രന്ഥപലകയും താവത്തെ KV ഭാസ്കരന്റെ പുരാവസ്തു ശേഖരയും ഏവരെയും വിസ്മയിപ്പിക്കുന്നതാണ്. കാണാം അപൂർവമായ പുരാവസ്തു കാർഷിക ഉപകരണ പ്രദർശനം. പഴയകാല കാർഷിക ഉപകരണങ്ങളുടെയും അതുപോലെ തന്നെ പുരാവസ്തുക്കളുടെയും അപൂർവമായൊരു ശേഖരം തന്നെയുണ്ട് ചെറുകുന്ന് താവത്തെ KV ഭാസ്കരന്റെ അടുത്ത്. ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി താവം പബ്ലിക് ലൈബ്രറിയിൽ ഇവ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഭാസ്കരേട്ടൻ നമസ്കാരമുണ്ട്. അപ്പോൾ ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായിട്ടാണല്ലേ ഇന്നിവിടെ പ്രദർശനം സംഘടിപ്പിച്ചത്. ഭാസ്കരേട്ടൻ എത്ര വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ ശരിക്കും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് അത്ര 50 കൊല്ലം കഴിഞ്ഞു ഞാൻ ശേഖരിക്കാൻ തുടങ്ങിയിട്ട്. 50 വർഷം കഴിഞ്ഞു. എനിക്ക് 73 വയസ്സായി. എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ ഈ പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്? പ്രദർശനത്തിൽ ഒതുക്കിയിരുന്ന നമ്മൾ പ്രധാനപ്പെട്ട വിത്ത് പൊതി കഴിഞ്ഞാൽ അളക്കേണ്ട സാധനം പറ. അതാ വിത്ത് പൊതി, പറ, സേറ്, അരസേറ്, കാസേറ്, ഉരി, ഉഴക്ക്, ആളക്ക്, പഴങ്ങാളക്ക്, കള്ളപ്പറ, കള്ളനാഴി, ഇതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ എന്താ? ഇത് അളവ് പാത്രങ്ങളാണ്. ഇത് 1 ലിറ്ററാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു അന്ന് ലിറ്ററിന്റെ മറ്റേ സാധാരണ ഇതിൽ അളക്കുന്നതിനേക്കാണ് അളവ് കൂടുതലുണ്ടാവും. ഇത് 1 ലിറ്റർ, 1/2 ലിറ്റർ, 1/4 ലിറ്റർ, അങ്ങനെ 100-50 ഗ്രാം വരെയുള്ള അളവ് വരുന്നുണ്ട്. ഈ ചെറിയും പറയാല്ല ഇതാൽ അളന്ന് പോയതിനു ശേഷം പണ്ട് കുറ്റിയാണ്.
കുറ്റിയെല്ലാം പോയതിനു ശേഷം ലിറ്ററാണ് അളവ് വരുന്നത്. ആ ലിറ്ററിന്റെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പഴയ കാലത്തെ കാർഷിക ഉപകരണങ്ങളും പഴയകാല പെട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ ഒന്ന് ഇതെന്താണെന്ന് പരിചയപ്പെടുത്താം. ഇത് ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു പലക മാത്രമാണ്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാല് ഇത് നീർത്ത് കഴിഞ്ഞാൽ ഇപ്പം കൊണ്ടുപോയി അങ്ങനെ നീർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. ഒരു ഗ്രന്ഥപ്പലകയാണത്. ഒറ്റത്തടി കൊത്തിയതാണ്. അതിൽ ഒരാണി ഒരു ഏപ്പും ഇല്ല. അതേ കരിവീട്ടി കൊണ്ട് ഉണ്ടാക്കിയാണ്. നമ്മുടെ ഇവിടെ തന്നെ ചെറുന്ന് സ്വദേശി തന്നെ ഉണ്ടാക്കിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം പഴയ കാലത്ത് നമ്മുടെ ട്രാക്ടർ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലേ? അപ്പൊ കൃഷിപ്പണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച ഉപകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ്? കലപ്പ ഈത്തൊക്കെ ഇവിടെ ഇതായിട്ട് വെച്ചിട്ടുണ്ട്. കലപ്പ ഈത്ത് മുഖം ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കലപ്പ എന്ന് പറയും. ഇത് രണ്ടു ഭാഗത്തേക്കും പോകുന്ന കലപ്പയാണ്. ഒരു ഭാഗത്തേക്ക് പോകുന്ന അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കലപ്പ ഈത്ത് പറഞ്ഞാൽ അതിന്റെ രണ്ടും കൂടെ യോജിപ്പിക്കുന്നതാണ്. മുഖം എന്ന് പറഞ്ഞാൽ പശുവിന്റെ കഴുത്തിൽ വെച്ചിട്ട് അതിന്റെ അടിയിലിടുന്ന മുഖം മുഖക്കൈ അങ്ങനെയെല്ലാം ഇതാണ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇതൊരു അപൂർവമായ സാധനമാണ്. ഇത് ഒളി ജനൽ എന്ന് പറയും. ഒളി ജനൽ. ഇതെന്താണ് ഒളി എന്ന് വെച്ചാല് പണ്ട് കാലങ്ങളിൽ നമ്മൾ അടുക്കളയിൽ നിന്ന് വരാന്തയിലേക്ക് നോക്കുന്നത് അവിടെ ഒരു ജനലുണ്ടാവും. ആ ജനലിന് ഇങ്ങനത്തെ ഉണ്ടാവുക. ആളുകൾ വന്നോന്ന് അറിയാൻ ആരെങ്കിലും അപ്പുറം വന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു മാങ്ങയോ തേങ്ങയോ എടുത്തോണ്ട് പോയി ഇതിൻ്റെ ഉള്ളിലേക്കൂടെ ഇവർക്ക് പുറത്തേക്കെല്ലാം കാണാൻ പറ്റും. പക്ഷെ ഇവർ അവർക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്കറിയാം നേരത്തെ ഈ ധാന്യങ്ങൾ നമ്മൾ മില്ലിൽ പോയി പൊടിക്കല്ലേ? ഈ ഓടിന്റെ പറയാം. ഈ ഓട് പണ്ട് ഇത് 905 ഉണ്ടാക്കിയ ഓടായത്. കോമൺവെൽത്ത് ട്രസ്റ്റുകാരുടെ ഓടാണ് ഈ ഇവിടെ നിന്ന് ഉണ്ടാക്കിയതല്ല. മംഗലാപുരത്താണ് ഉണ്ടാക്കിയതിന് മംഗലാപുരത്ത് ലോഡ് കണക്കിന് ഇവിടെ വന്നപ്പോൾ അങ്ങനെ പൊളിക്കുമ്പം ആ ജമീന്റെ വീട് തന്നെ ഞാൻ എടുത്തത്. ചെൻചേരിന്റെ വീട് എടുത്തിയാണ് അവരെ വീട്ടിൽ പുള്ളി ഇതാ ഉണ്ടായിരുന്നത്. നമുക്കറിയാം വ്യത്യസ്തമായ നെൽവിത്തുകൾ പഴയ കാലത്തെയും പുതിയ കാലത്തെയും നെൽവിത്തുകൾ ഉണ്ടല്ലേ? എന്തൊക്കെയാണ് ആ നെല്ലിന്റെ പേരുകളൊക്കെ ഒന്ന് പെട്ടെന്ന് പറയാം. പേരുകളെ പെട്ടെന്ന് പറഞ്ഞാൽ സാധാരണ പണ്ട് കാലങ്ങളിലെ നവരയാണ് അതിൽ പ്രധാനപ്പെട്ട ഔഷധം കൂടിയാണ്. അത് കൂടാണ്ട് കഴമ, ഓടക്കഴമ, ഓർക്കഴമ, കുഞ്ഞിയല്, ഓക്കക്കുഞ്ഞല്, പിന്നെ ഉണ്ടക്കുഞ്ഞല്, അങ്ങനെ പല ഇതും പറയും. ഇങ്ങനെ ഒരുപാട് എല്ലാം നാടൻ പഴയ ഗന്ധകശാല അടക്കം ഇതിലുണ്ട്. എന്തായാലും ഈ പ്രദർശനം കാണുവാൻ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അവരുടെ ഒരു ചെറിയ അഭിപ്രായം കൂടി നമുക്ക് കേൾക്കാം. പുതിയ തലമുറക്ക് കണ്ട് പരിചയമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ കാണാനും അതുപോലെ നല്ല വിശദമായൊരു ക്ലാസ് നമുക്കിവിടെ വാസ്തുവിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകും. ഇത്തരത്തിലൊരു ക്ലാസ് മൊത്തം എല്ലാ വില്ലേജ് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല രീതിയിൽ ഒരു ഉപകാരപ്പെടുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത്. വർഷം പഴക്കമുള്ള യജമാനന്റെ കസേരയും ചാട്ടവാറും അതുപോലെ മെതിയടിയും അങ്ങനെ വേണ്ട ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ തന്നെയാണ് ബാലസംഘത്തിന്റെ നേതൃത്വത്തിൽ KV ഭാസ്കരന്റെ ഈ പുരാവസ്തു പ്രദർശനം. ചെറുകുന്ന് താവത്ത് നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താവും, നെറ്റ്വർക്ക് ന്യൂസ്. 2 പതിറ്റാണ്ടുകൾക്കു ശേഷം പെരുങ്കളിയാട്ടത്തിന് ഒരുക്കങ്ങൾ നടന്നുവരുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കന്നിക്കലവറയ്ക്ക് കുറ്റിയടിച്ചു. ക്ഷേത്രം കോയ്മമാരുടെയും കഴകസ്ഥാനികരുടെയും കീഴ്ഘടക ക്ഷേത്രസ്ഥാനികരുടെയും ഭക്തരുടെയും സാന്നിധ്യത്തിൽ കഴകം ജന്മാശാരി VV രാഘവന്റെ നേതൃത്വത്തിലാണ് കുറ്റിയടിക്കൽ കർമ്മം നിർവഹിച്ചത്. മാർച്ച് 5 മുതൽ 12 വരെ തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നടക്കുന്ന
പെരിങ്കളിയാട്ടത്തിന് എത്തുന്നവർക്ക് ഭക്ഷണമൊരുക്കുന്നതിനുള്ള കന്നിക്കലവറയ്ക്ക് പ്രശ്നചിന്തയിൽ കണ്ട മുഹൂർത്തമായ ശനിയാഴ്ച രാവിലെ 10 മണിക്കും 11:30 ഇടയിലാണ് കുറ്റിയടിച്ചത്. 13 കോൽ നീളത്തിലും 6.5 കോൽ വീതിയിലും നിർമ്മിക്കുന്ന കന്നിക്കലവറയുടെ പന്തലിന് തൂണും പടുങ്ങും പാലമരം കൊണ്ടാണ് നിർമ്മിക്കുക. ഓലയും മുളയും കവുങ്ങും ഉപയോഗിച്ച് മേൽക്കൂരയും ഒരുക്കും. വരച്ചുവെക്കലിന് മുൻപ് കന്നിക്കലവറയുടെ നിർമ്മാണം പൂർത്തീകരിക്കും. വല്ലപ്പുരയും അരിക്കലവറയും കന്നിക്കലവറയുടെ ഭാഗമായി ഒരുക്കും. ചോറ് തയ്യാറാക്കാൻ 21 കുഴിയടുപ്പുകളും കറികൾക്കായി 3 അടുപ്പുകളുമാണ് നിർമ്മിക്കുക. വല്ലപ്പുരയും അരിക്കലവറയും 5.5 കോൽ ഇടവിട്ടിട്ടാണ് നിർമ്മിക്കുക. കുറ്റിയടിക്കൽ കർമ്മത്തിനു ശേഷം പെരിങ്കളിയാട്ടത്തിന്റെ വരവറിയിച്ചു നടന്നുവരുന്ന ഏളത്ത് കവ്വായി കായലിലൂടെ തോണിയേറി പടന്നാമുണ്ട്യ പരിധിയിലെ വീടുകളിൽ എത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷന് സർക്കാർ വിട്ടുകൊടുത്ത ചെങ്കൽ പാറകളിൽ ചെങ്കൽ ഖനനത്തിന് നടപടിയായി. 5 ഏക്കറിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഖനനം നടത്തുക. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഈ തീരുമാനം പ്രകൃതിയുടെ നാശത്തിന് വഴിയൊരുക്കുമോ എന്ന ആശങ്കയും ബാക്കിയുണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷന് കൃഷി ചെയ്യുന്നതിനു വേണ്ടി സർക്കാർ വിട്ടുകൊടുത്ത ചെങ്കൽ പാറകളിൽ ക്വാറികൾ ആരംഭിക്കാൻ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തീരുമാനമെടുത്തിരിക്കുന്നു. അധിക വരുമാനം ലക്ഷ്യമിട്ടുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഈ തീരുമാനം ദൂരവ്യാപകമായി പ്രകൃതിയുടെ നാശത്തിന് വഴിയൊരുക്കുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. സവിശേഷമായ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നതായിരിക്കും ആത്യന്തികമായ ഈ തീരുമാനമെന്നും പറയുന്നു. ചെങ്കൽപ്പാറകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് ചീമേനി. ചെങ്കൽപ്പാറകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഴവെള്ള സംഭരണി കൂടിയാണ് ഈ ചെങ്കൽപ്പാറകൾ. ചെങ്കൽപ്പാറകളുടെ അടിയിലുള്ള സുഷിരങ്ങളിലാണ് ജലം സംഭരിക്കപ്പെടുന്നത്. മഴക്കാലത്ത് സംഭരിക്കപ്പെടുന്ന ഈ ജലമാണ് വേനൽക്കാലങ്ങളിൽ നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളായ കിണറുകളിലേക്കും അതുപോലെ തന്നെ തോടുകളിലേക്കും മറ്റ് ജലാശയങ്ങളിലേക്കും എത്തുന്നത്. ഇങ്ങനെ വ്യാപകമായിട്ട് ചെങ്കൽ ഖനനം നടത്തിയാൽ ഈ ആഗോള താപനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള ജല ദൗർലഭ്യം വീണ്ടും വർദ്ധിക്കും എന്നതാണ് മെയിനായിട്ട് ഇതിലൊരു കാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാത്ത പക്ഷം ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്നത്തെ നാട്ടുകാരും അതുപോലെ തന്നെ പരിസര പ്രവർത്തകരൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രധാന നദികൾ ഉത്ഭവിക്കുന്നതും ഇവിടെ നിന്നാണ്. ഖനനം നദികളുടെ നാശത്തിനു കൂടി ഇടയാക്കിയേക്കാം. പാറകളിലെ ജൈവസമ്പത്തിനെക്കുറിച്ചും നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപൂർവങ്ങളായ ഒട്ടേറെ സസ്യങ്ങളും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികളുടെ ചെങ്കൽ ക്വാറികൾ ഇപ്പോൾ തന്നെ ചീമേനിയെയും പരിസര പ്രദേശങ്ങളെയും നശിപ്പിച്ചിരിക്കുകയാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നാടകത്തെ നെഞ്ചോട് ചേർത്ത് കുണ്ടയംകോവിലിൽ 5 ദിവസങ്ങളിലായി നടന്നുവന്ന നാടകോത്സവം സമാപിച്ചു. കുണ്ടയംകോവിൽ സഹൃദയ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു നാടകോത്സവം സംഘടിപ്പിച്ചത്. നാടകത്തെ നെഞ്ചോട് ചേർത്ത് കുണ്ടയംകോവിലിൽ 5 ദിവസങ്ങളിലായി നടന്നുവന്ന നാടകോത്സവം സമാപിച്ചു. മലബാർ തിയേറ്റേഴ്സിന്റെ ഓട്ടക്കാലണയാണ് അവസാന ദിവസം അരങ്ങിലെത്തിയ നാടകം. ഓരോ ദിവസവും തിങ്ങി നിറഞ്ഞ കാണികളായിരുന്നു. നാടകോത്സവം ഒരു ജനകീയോത്സവമാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുണ്ടയംകോവിലിൽ കണ്ടത്. സംഘാടക സമിതി രൂപീകരിച്ചതു മുതൽ വ്യത്യസ്തമായ അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. കുണ്ടയംകോവിൽ സഹൃദയ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു നാടകം സംഘടിപ്പിച്ചത്. നാടകത്തെ ഗൗരവത്തോടെയാണ് തങ്ങൾ സമീപിക്കുന്നതെന്ന് സഹൃദയ ഒരിക്കൽ കൂടി കാട്ടിത്തരുന്നു. നാടകോത്സവം വളരെ ഭംഗിയായി തന്നെ ഏറ്റെടുത്ത് അവർ പായസമടക്കം നാട്ടുകാർ വിതരണം ചെയ്ത ഒരവസ്ഥ നമ്മുടെ നാടകോത്സവത്തിൽ ഉണ്ടായിരുന്നു. സംഘാടകർ എല്ലാ ദിവസവും കാപ്പി വിതരണം ചെയ്ത് നാടകോത്സവത്തെ നെഞ്ചോട് ചേർത്ത് ഒരു നാടിൻ്റെ ഉത്സവമാക്കി തീർത്ത ഒരു സന്തോഷത്തിലാണ് ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം ഇപ്പോഴുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അകക്കണ്ണൽ കരുക്കൾ നീക്കി വിദ്യാർത്ഥികൾ. കാഴ്ചപരിമിതരായ കുട്ടികൾക്കായി പഴയങ്ങാടി ഏഴിലത്ത് സംഘടിപ്പിച്ച സംസ്ഥാന ചെസ് മത്സരം ശ്രദ്ധേയമായി. മത്സരാർത്ഥികൾ ജനറൽ കുട്ടികളുമായാണ് ഏറ്റുമുട്ടിയത്. കാഴ്ചപരിമിതിയുള്ള കുട്ടികൾ ജനറൽ വിഭാഗം കുട്ടികളോടാണ് മത്സരിച്ചത്. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 30ഓളം കാഴ്ചപരിമിതരായ കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുത്ത കാഴ്ചപരിമിതിയുള്ള ഏക വനിതയായ ആയിഷ സൈനബിയുമായി കരുക്കൾ നീക്കി മുൻ MLA TV രാജേഷ് മത്സരം ഉദ്ഘാടനം ചെയ്തു. മിഴിവേകിയ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
അതുപോലെ തന്നെ 19 വയസ്സ് പ്രായമുണ്ടായപ്പോൾ കാഴ്ചശേഷിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ട ഹെലൻ കെല്ലർ ലോകപ്രശസ്തയായ പ്രാസംഗികയും എഴുത്തുകാരിയും അധ്യാപികയും ഒക്കെയായി ലോകത്തെ അതിശയിപ്പിച്ചവരാണ്. ഹെലൻ കെല്ലർ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ആത്മകഥയാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫിൽ ഹെലൻ കെല്ലർ പറയുകയാണ്, നിങ്ങളുടെ മുന്നിൽ ഒരു വഴി അടയുമ്പോൾ 9 വഴികൾ തുറക്കപ്പെടും. അടക്കപ്പെട്ട വാതിലുകളുടെ മുന്നിൽ മുട്ടി സമയം കളയുന്നതിന് പകരം പുതിയ വാതിലുകൾ തേടുക. ഏഴിലം ടൂറിസം MD ഇ വേണു അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കേരളം കണ്ണൂർ DPC EC വിനോദ് മുഖ്യാതിഥിയായി. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ, PK വിശ്വനാഥൻ, K പ്രമോദ്, പവിത്രൻ P, പ്രജിത്ത് പരിയാരം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. എരമംകുറ്റൂർ പഞ്ചായത്തിലെ പ്രധാന പട്ടണമായ മാതമംഗലം ബസാർ സൗന്ദര്യവൽക്കരിക്കുന്ന പദ്ധതി മാതമംഗലം മനോഹരം ജനുവരി 1 ടി എ മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്യും. ടൗണിൽ പൂച്ചെടികൾ സ്ഥാപിച്ചാണ് സൗന്ദര്യവൽക്കരണം നടത്തുന്നത്. 2025 മാർച്ച് 30 കേരളം സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി മാറുന്നതിന്റെ ഭാഗമായി 2024 ഒക്ടോബർ 2 മുതൽ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട്. പഞ്ചായത്തിലെ 64 പൊതുസ്ഥാപനങ്ങളിൽ 50 പൊതുസ്ഥാപനങ്ങൾ ഹരിത സ്ഥാപനങ്ങളായും 13 വിദ്യാലയങ്ങളിൽ 11 വിദ്യാലയങ്ങൾ ഹരിത വിദ്യാലയങ്ങളായും 272 കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിൽ 250 അയൽക്കൂട്ടങ്ങൾ ഹരിത അയൽക്കൂട്ടങ്ങളായും മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. ബോധവൽക്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി 265 കുട്ടികൾ പങ്കെടുത്ത കുട്ടികളുടെ ഹരിതസഭ 2024 നവംബർ 16 ശുചിത്വ സന്ദേശയാത്ര എന്നിവ സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ 17 വാർഡുകളിലുമായി 34 ഹരിതകർമ്മ സേനാംഗങ്ങൾ ഖരമാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. പഞ്ചായത്തിലെ പ്രധാന പട്ടണമായ മാതമംഗലം മോടിപിടിപ്പിക്കുന്ന പദ്ധതിയായ മാതമംഗലം മനോഹരം 2025 ജനുവരി 1 പയ്യന്നൂർ MLA ടി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും. സ്പോൺസർഷിപ്പിലൂടെ പൂച്ചെടികൾ പട്ടണത്തിൽ സ്ഥാപിച്ചാണ് സൗന്ദര്യവൽക്കരണം നടത്തുന്നത്. റോട്ടറി ക്ലബ്ബ് പിലാത്തറയുടെ മുഖ്യ സഹകരണത്തോടെയും മറ്റ് സ്പോൺസർമാരുടെയും സഹകരണത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് TR രാമചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, MK കരുണാകരൻ, ജോസ് തോമസ്, MV ഷാജി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പുതുവത്സരാഘോഷങ്ങൾക്കായി നാടൊരുങ്ങുമ്പോൾ രുചിയൂറും പ്ലം കേക്കുകളുമായി പയ്യന്നൂർ കോത്തായിമുക്കിലെ MRS ലൈഫ് ഫാക്ടറിയും ഒരുങ്ങിക്കഴിഞ്ഞു. ഏവർക്കും പ്രിയപ്പെട്ട പ്ലം കേക്കുകളുടെ വേറിട്ട രുചിവൈവിധ്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കേക്കുകളിൽ പലവിധ പരീക്ഷണങ്ങൾ നടക്കാറുണ്ടെങ്കിലും കേക്ക് വിപണിയിലെ മിന്നും താരം പ്ലം കേക്കുകൾ തന്നെ. മാജിക് പ്ലം, റിച്ച് പ്ലം, സ്കോട്ടിഷ് പ്ലം, റെമ്മാൻ റൈസ് പ്ലം തുടങ്ങി പ്ലം കേക്കിലും വൈവിധ്യങ്ങളുണ്ട്. സാധാരണക്കാരന് താങ്ങാവുന്ന വിലയും ഏവരുടെയും പ്രിയപ്പെട്ട രുചിയുമാണ് പ്ലം കേക്കിനെ താരമാക്കിയിരിക്കുന്നത്. പ്ലം കേക്കിന് മുകളിൽ ഷുഗർ ഐസിംഗ് ഉള്ള ഫൗണ്ടൻ കേക്കുകളും ഇക്കുറി ഒരുക്കിയിട്ടുണ്ട്. അത്തിപ്പഴം, സ്ട്രോബെറി, ഉണക്കമുന്തിരി, റെഡ് ഉണക്കമുന്തിരി, ചെറി, കിവി, ഈന്തപ്പഴം, ഡ്രൈഡ് സ്വീറ്റ് ജിഞ്ചർ തുടങ്ങിയവയും ബേക്കിംഗ് പൗഡർ, ജാതിപത്രി, കറുവപ്പട്ട, ചുക്ക്, മൈദ, ബട്ടർ, മുട്ട തുടങ്ങിയവയാണ് പ്ലം കേക്കിന്റെ പ്രധാന ചേരുവകകൾ. പുതുവത്സരപ്പിറവി അടുത്തെത്തുമ്പോൾ പയ്യന്നൂർ കോത്തായിമുക്ക് MRS ലൈവ് ബേക്ക് ഫാക്ടറിയിൽ പ്ലം കേക്കുകളുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. MRS ലൈവ് ബേക്ക് ഫാക്ടറിയിലെ പ്ലം കേക്കിന്റെ മധുരം പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഫേസ് മാതമംഗലം ഏർപ്പെടുത്തിയ 9ാമത് കേസരി നയനാർ പുരസ്കാര സമർപ്പണം
ഞായറാഴ്ച മാതമംഗലത്ത് നടക്കും. നാടകാഭിനേത്രി നിലമ്പൂർ ആയിഷയാണ് ഇത്തവണ പുരസ്കാരത്തിന് അർഹയായത്. മാതമംഗലത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ കമൽ പുരസ്കാരം സമർപ്പിക്കും. കലാസാംസ്കാരിക സംഘടനയായ ഫേസ് മാതമംഗലം ഏർപ്പെടുത്തിയ 9ാമത് കേസരി നായനാർ പുരസ്കാരം നാടകാഭിനേത്രി നിലമ്പൂർ ആയിഷയ്ക്ക് ഞായറാഴ്ച സമർപ്പിക്കും. വൈകുന്നേരം 4:30 മാതമംഗലത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ സിനിമാ സംവിധായകൻ കമൽ പുരസ്കാരം നൽകും. 2014 മുതലാണ് മലയാളത്തിലെ ആദ്യ കഥാകൃത്തും പത്രപ്രവർത്തകനും സാമൂഹ്യ പരിഷ്കരണവാദിയുമായ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ഓർമ്മയ്ക്കായി ഫേസ് മാതമംഗലം കേസരി നായനാർ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഇ സന്തോഷ് കുമാർ, MG രാധാകൃഷ്ണൻ, കെ സച്ചിദാനന്ദൻ, TD രാമകൃഷ്ണൻ, ഡോക്ടർ സുനിൽ പി ഇളയിടം, EP രാജഗോപാലൻ, T പത്മനാഭൻ, KK ഷാഹിന എന്നിവർക്ക് വിവിധ മേഖലകളിൽ ഇതിനകം പുരസ്കാരം നൽകി. VS അച്യുതാനന്ദൻ, MA ബേബി, MP രാജേഷ്, P രാജീവ്, സുഭാഷ് നിയലി തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങൾ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പങ്കാളികളായിരുന്നു. 9ാമത് കേസരി നായനാർ പുരസ്കാര ചടങ്ങിൽ ബഷീർ ചുങ്കത്തറ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും. ചടങ്ങിൽ നടനും സംവിധായകനുമായ ബാലൻ K മാസ്റ്ററെ ആദരിക്കും. പരിപാടിയുടെ ഭാഗമായി ഫേസ് ഗായക സംഘം അവതരിപ്പിക്കുന്ന നാടക ഗാനമേള ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫേസ് സെക്രട്ടറി P ദാമോദരൻ, പ്രസിഡന്റ് K പ്രിയേഷ്, കേസരി നായനാർ പുരസ്കാര സമിതി കൺവീനർ സുനുകുമാർ KV, പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സൺ KCTP അജിത, ഫേസ് വൈസ് പ്രസിഡന്റ് AP മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വലിയ പറമ്പ് അഹമ്മദ് കുരിക്കൽ സ്മാരക യങ് മെൻസ് കൾച്ചറൽ അസോസിയേഷൻ കെട്ടിടോദ്ഘാടന പരിപാടികൾ തുടങ്ങി. ശനിയാഴ്ച രാവിലെ കൾച്ചറൽ അസോസിയേഷൻ സ്ഥാപക വൈസ് പ്രസിഡന്റായ KP കുഞ്ഞബ്ദുള്ള പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. വലിയ പറമ്പിലും പരിസരങ്ങളിലും 4.5 പതിറ്റാണ്ടായി സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ അഹമ്മദ് കുരിക്കൽ സ്മാരക യങ് മെൻസ് കൾച്ചറൽ അസോസിയേഷന് പുതിയതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിട സമുച്ചയത്തോട് അനുബന്ധിച്ചുള്ള പ്രാർത്ഥനാ ഹാൾ പൊന്നാനി ഖാസി സയ്യിദ് MK മുത്തുക്കോയ തങ്ങൾ മഖ്ദൂമി ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ കമ്മിറ്റി ജനറൽ കൺവീനർ KK അഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. വലിയ പറമ്പ് ഖത്തീബ് K അബ്ദുൽ ഗഫൂർ മൗലവി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സംഘാടക സമിതി വൈസ് ചെയർമാൻ KK കുഞ്ഞബ്ദുള്ള, കൺവീനർ MDP കുഞ്ഞബ്ദുള്ള, AGC ബഷീർ, ഉസ്മാൻ പാണ്ഡ്യാല, UM മുഹമ്മദ് ഹാജി, MD ഷഫീഖ്, PKC സുലൈമാൻ ഹാജി, KP ഷുക്കൂർ ഹാജി, AG അബ്ദുൾ മജീദ്, BP മുനീർ, B ഫസലുൽ ഹക്ക് തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞു നടക്കുന്ന വനിതാ സംഗമം വനിതാ ലീഗ് കാസർഗോഡ് ജില്ലാ ട്രഷറർ TKP ഷാഹിദ അഷറഫ് ഉദ്ഘാടനം ചെയ്യും. MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ആയിഷ ബാനു മുഖ്യപ്രഭാഷണം നടത്തും. ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് പുതിയ കെട്ടിട സമുച്ചയം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ പ്രസംഗിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ 38ാം വാർഷികാഘോഷം ഡിസംബർ 29, 30, 31 തീയതികളിൽ വിവിധ കലാ, കായിക, സാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 29 വൈകുന്നേരം 4 മണിക്ക് അമ്പല റോഡ് കേന്ദ്രീകരിച്ച് വിളംബര ഘോഷയാത്ര നടക്കും. ഡിസംബർ 30 രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും. കല്യാശ്ശേരി മണ്ഡലം MLA M വിജൻ അധ്യക്ഷത വഹിക്കും. ആണ്ടോൾ P രാജേഷ് പണിക്കർ, കൊടക്കാട് ജനാർദ്ദനൻ പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ മറത്തുകളി നടക്കും. റെഡ് സ്റ്റാർ വനിതാ വേദിയുടെ 30ഓളം പേരടങ്ങുന്ന കേരള നവോത്ഥാന പൂരക്കളിയും അരങ്ങേറും. തുടർന്ന് റെഡ് സ്റ്റാർ പ്രവർത്തകർ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ഡിസംബർ 31 സാംസ്കാരിക സമ്മേളനം ക്ലബ്ബ് രക്ഷാധികാരി PP ബാലൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ A നിഷാദ്, T രമേശൻ, K മനോജ്, MP ഗിരീഷ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സ്ക്രീൻ റീഡേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഏകദിന പരിശീലന ക്യാമ്പ് മാതമംഗലം ആശ്രയ സ്വാശ്രയ സംഘത്തിൽ നടന്നു. ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഴ്ച, ശാരീരിക പരിമിതി ഉള്ളവർക്ക് കാൽക്കുലേറ്റർ മുതൽ AI ടെക്നോളജി വരെയുള്ള വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകാനാണ് ഏകദിന പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കാഴ്ച, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ശ്രീനിധി കേശവന്റെ നേതൃത്വത്തിൽ ഈ വർഷം ഓഗസ്റ്റിലാണ് ട്രസ്റ്റ് രൂപീകരിച്ചത്. എനേബിൾ ഇന്ത്യയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സാങ്കേതിക സഹായ ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചാണ് ശില്പശാലയിൽ പരിശീലനം നൽകിയത്. ചടങ്ങിൽ ഉണ്ണി പുത്തൂർ അധ്യക്ഷത വഹിച്ചു. അൻസാറുണ്ട്, ഹരികൃഷ്ണൻ, ശ്രീനിധി ഉണ്ട്. ലോകവിഷ മോണിറ്ററിന്റെ കാര്യം
അനുശ്രീ എം മുഖ്യാതിഥിയായി. രവി ആശ്രയ, അതുൽ കൃഷ്ണ, ഹരികൃഷ്ണൻ TG എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. SR ടോക്സിന്റെ മാനേജിംഗ് ട്രസ്റ്റി ശ്രീനിധി കേശവൻ സ്വാഗതവും ഗോവിന്ദൻ ആശ്രയ നന്ദിയും പറഞ്ഞു. കേരള ബ്ലൈൻഡ് സ്കൂൾ സൊസൈറ്റി ആലുവ അംഗങ്ങളായ വിനയ് P. നായർ, വിനീത് P. നായർ, റീമ ജോയ് എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വർണ്ണവിസ്മയം വിരിയിച്ച് ത്രിവേണി ബാലികാ സംഗമം. ശ്രീ രാഘവപുരം സഭായോഗം സംഘടിപ്പിച്ച ബാലികാ സംഗമത്തിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി 200-ലധികം ബാലികമാർ പങ്കെടുത്തു. കേരളീയ വേഷത്തിൽ ചെറുതാഴം കണ്ണിശ്ശേരിക്കാവിലെ സഭായോഗം വാർഷിക സഭാവേദിയിലെത്തിയ ബാലികമാർ ശ്രീരാമധ്യാനം, അന്നപൂർണേശ്വരി സ്തവം, നാരായണീയം എന്നീ സ്തോത്രങ്ങൾ ഈണത്തിൽ ചൊല്ലി. സഭായോഗം ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ വിഷ്ണുമംഗലം ഇടമന ശ്യാമള അന്തർജനത്തിന്റെ അധ്യക്ഷതയിൽ പൂനെ ഭീഷ്മ സ്കൂൾ ഓഫ് ഇന്ത്യൻ നോളജ് സിസ്റ്റംസ് വേദാന്ത അധ്യാപിക ഡോക്ടർ വീണ രാജ് ഉദ്ഘാടനം ചെയ്തു. കാഞ്ചി കാമകോടി പീഠാധിപതി ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ ഓൺലൈനായി അനുഗ്രഹ പ്രഭാഷണം നടത്തി. அப்படி லட்சக்கணக்கான வருஷங்களாக இந்த சனாதன வைதிக இந்து தர்மம் இருந்துருக்கு. அதனால லோகத்திலேயே பிராச்சீனமான அதிபவித்திரமான വിശാലமான ധർമ്മം இந்த സനാതന ധർമ്മം. ഡോക്ടർ ധന്യ ഈശ്വരൻ, ശുഭ P. വാരണക്കോട് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പാതയോരങ്ങളിലും വെറുതെ കിടക്കുന്ന പറമ്പുകളിലും അപൂർവമായി കണ്ടുവരുന്ന ഒന്നാണ് മണിത്തക്കാളി. തക്കാളിയോട് സാമ്യമുള്ളതുകൊണ്ടാണ് ഈ പേര് വന്നത്. പാതയോരങ്ങളിലും വെറുതെ കിടക്കുന്ന പറമ്പുകളിലും അപൂർവമായി കണ്ടുവരുന്ന ഒന്നാണ് മണിത്തക്കാളി. തക്കാളിയോട് സാമ്യമുള്ളതുകൊണ്ടാണ് ഈ പേര് വന്നത്. കാക്കയെ ആകർഷിക്കുന്നതുകൊണ്ട് കാക്കത്തക്കാളി എന്നും മുളക് തക്കാളി എന്നും ഇത് അറിയപ്പെടുന്നു. സോളനം നെഗ്രം എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം. 3 അടി ഉയരത്തിൽ വളരുന്ന ഒരു ചെറു ഔഷധ സസ്യമാണിത്. നിരവധി രോഗങ്ങൾക്ക് ഇത് പ്രതിവിധിയായി ഉപയോഗിച്ചു വരുന്നു. വിത്തുകൾ വഴിയാണ് വംശവർദ്ധനവ് നടത്തുന്നത്. പച്ച നിറത്തിലുള്ളതാണ് കായ. മൂപ്പെത്തുന്ന സമയത്ത് നീല കലർന്ന കറുപ്പും ചിലപ്പോൾ ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നു. വഴുതന വർഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണിത്. പ്രകൃതി, ഭൂമിദേവി ഈ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി, ജീവജാലങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഭക്ഷ്യ വസ്തുക്കളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണിത്തക്കാളി. മണിത്തക്കാളി ഈ അടുത്ത കാലം വരെ നമ്മുടെ ജനങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു ഔഷധമാണ്. കാരണം പഴയ കാലങ്ങളിൽ പല ഔഷധ വൈദ്യവിഷഗ്വരന്മാരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിന് പ്രചാരം കിട്ടിയത് ഈ അടുത്ത കാലത്താണ്. സോഷ്യൽ മീഡിയ വഴിയാണ് ഈ ചെടിയെപ്പറ്റി ജനങ്ങൾ അറിയുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കർഷക സംഘം നടപ്പിലാക്കുന്ന തരിശുരഹിത പയ്യന്നൂർ മണ്ഡലം പരിപാടിയുടെ ഉദ്ഘാടനം കാനായി വയലിൽ നടന്നു. കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് വയലിൽ ഞാറ് നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കുന്ന റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ക്രിസ്തുമസ് പുതുവർഷാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മനഃശാസ്ത്ര വിഭാഗവും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. 150 വർഷം പഴക്കമുള്ള കസേരയും മെതിയടിയും ഒറ്റപ്പലകയിൽ തീർത്ത ഗ്രന്ഥപ്പലകയും താവത്തെ KV ഭാസ്കരന്റെ പുരാവസ്തു ശേഖരം ഏവരെയും വിസ്മയിപ്പിക്കുന്നതാണ്. 2.5 പതിറ്റാണ്ടുകൾക്കു ശേഷം പെരുങ്കളിയാട്ടത്തിന് ഒരുക്കങ്ങൾ നടന്നുവരുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കന്നിക്കലവറയ്ക്ക് കുറ്റിയടിച്ചു. ക്ഷേത്രം കോയ്മയുടെയും കഴകം സ്ഥാനികരുടെയും കീഴ്ഘടക ക്ഷേത്ര സ്ഥാനികരുടെയും ഭക്തരുടെയും സാന്നിധ്യത്തിലാണ് കുറ്റിയടിക്കൽ കർമ്മം നടന്നത്. ചീമേനി പ്ലാന്റേഷൻ കോർപ്പറേഷന് സർക്കാർ വിട്ടുകൊടുത്ത ചെങ്കൽ പാറകളിൽ ചെങ്കൽ ഖനനത്തിന് നടപടിയായി. 5 ഏക്കറിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഖനനം നടക്കുക. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തീരുമാനം പ്രകൃതിയുടെ നാശത്തിന് വഴിയൊരുക്കാൻ സാധ്യത. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.